അപ്പൊ ഇന്നിന്റെ അളയനെത്താതെ നോമ്പർപ്പിക്കലാട്ടാ. അപ്പൊ ഞാൻ എന്തൊക്കെ പണിയെടുത്തെന്ന് കണ്ടാലോ. രാവിലെ എണീറ്റ് ഡ്രസ്സ് കഴിക്കട്ടെ. ഞാൻ ഇപ്രാവശ്യം സമൂസ പണി ഞാൻ നേരത്തെ പണിയൊക്കെ വേണ്ടി എനിക്ക് വേണ്ടി എല്ലാ സാധനവും അരിഞ്ഞു വെച്ചിട്ട് ഉമ്മ ബീഫ് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് എടുത്തിട്ട് കിർക്കിറാക്കിട്ടാ. അതിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയി സ്ഥിതിക്ക് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കി. അതിന്റെ പിന്നെ ഫ്രഷ് ആവും പോയി ആക്കിയിട്ട് ബാക്കി പണി എടുക്കണം. ഫ്രഷ് ആവില്ല കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്കി പണി എന്താണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഒരു സാധനം അങ്ങനെ പിന്നെ മസാല റെഡി ആക്കി ഏത് പാത്രം എടുക്കുന്ന കൺഫ്യൂഷനാണ്. നമ്മൾ സ്വന്തം വീടാണെങ്കിൽ പോലും കുറെ കാലം ഞാൻ ഈ അടുക്കളയിലൊക്കെ കയറി അങ്ങനെ പിന്നെ അരിഞ്ഞ ചുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ മസാല റെഡി ആക്കാൻ തുടങ്ങി. തരാം മാമാന്ന് ചോദിച്ച് നിൽക്കുന്ന നിർത്താൻ നിങ്ങളെ കാണാം. അതിന് പിന്നെ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നിനൊരു കുറവ് വരും. അടുത്തതായി കുറച്ച് മഞ്ഞപ്പൊടി. പിന്നീടാണ് ഞാൻ വലിയ സത്യം തിരിച്ചത്. ബീഫും കൂടെ ഇട്ടപ്പോൾ നമുക്ക് ഈ പാത്രം തയ്ക്കാതെ പോയി ഉമ്മ വന്ന് നമുക്ക് പാനായിട്ട് മാറ്റി. അങ്ങനെ യാതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും താത്ത വന്നിട്ട് താത്താനൊക്കെ ഒരു ഇറച്ചിക്കേക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇത്താത്തിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാ. എന്തെങ്കിലും പണി തായോ എന്നായിട്ട് നടക്കേണ്ടി എടുത്തിട്ട് ഒരിക്കലും ഫ്രൂട്ട്സ് അതാണ് ഒരു ഹെൽത്തി ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പരിപാടി കൂടെ സ്റ്റാർട്ട് ആയി. 4 നോമ്പെടുത്തെന്നാണ് പറയുന്നത്. ഒരുവിധം പണി ഒതുക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ഒട്ടപ്പാച്ചലായിരുന്നു. അവിടെ ഉമ്മാണെങ്കിൽ ചീരാക്കഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കുറച്ച് ലുഡും കളിച്ചിരുന്നു. അങ്ങോട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളേക്ക് ഇറങ്ങിയിട്ടാ. 2 തരം ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് മൊബൈൽ നമ്മൾ സാൻഡ്വിച്ച് ആണ് സെറ്റ്. കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടാ. അതിന് നമ്മളെല്ലാം സെറ്റ് ചെയ്തോണ്ട് വെച്ച് അത് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ട്. സംഭവം ഒരു ചെറിയൊരു നോമ്പുതറായിരുന്നു. നോമ്പർക്കെല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരം കാത് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ ശരി, ബാക്കി നാളെ.